അറുതിയില്ലാതെ വേണാട് എക്സ്പ്രസിലെ ദുരിതയാത്ര. തിരക്കിനെ തുടർന്ന് ഇന്നും യാത്രക്കാരി കുഴഞ്ഞു വീണു. പിറവം സ്റ്റേഷൻ പിന്നിട്ടപ്പോഴാണ് യാത്രക്കാരി കുഴഞ്ഞു വീണത്. കഴിഞ്ഞ തിങ്കളാഴ്ച 2 സ്ത്രീകൾ ഇതുപോലെ കുഴഞ്ഞു വീണിരുന്നു. അഞ്ജലി ശ്രീജിത രാജ് വിവരങ്ങളുമായുണ്ട്. അഞ്ജലി, കഴിഞ്ഞ ദിവസവും ഇതുപോലെ യാത്രക്കാർ ബുദ്ധിമുട്ടുകയും യാത്രക്കാരികൾ കുഴഞ്ഞു വീഴുകയും ചെയ്ത വിവരം നമ്മൾ തത്സമയം റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ വീണ്ടും സമാനമായ സംഭവം ഈ ട്രെയിനിൽ നിന്നുണ്ടാവുകയാണ്, വേണാട് എക്സ്പ്രസിൽ നിന്നുണ്ടാവുകയാണ്. എന്താണ് ഇപ്പോൾ ഇന്നത്തെ വാർത്ത? സ്മൃതി, വേണാട് എക്സ്പ്രസിലെ ദുരിതയാത്രയ്ക്ക് അവസാനമില്ലാതെ അതിങ്ങനെ തുടരുകയാണ്. ഇന്നും ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള ജൊവീറ്റ എന്ന യുവതിയാണ് ട്രെയിനിൽ ഇത്തരത്തിൽ കുഴഞ്ഞു വീണത്. അതായത് ചങ്ങനാശ്ശേരിയിൽ നിന്നും ആലുവയിലേക്ക് പോകുന്ന വഴി പിറവം സ്റ്റേഷൻ പിന്നിട്ടതിന് ശേഷമാണ് ഈ യുവതി കുഴഞ്ഞു വീഴുന്നത്. ആദ്യം തന്നെ ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് കയറാൻ പറ്റാത്ത തിരക്കായിരുന്നു. തുടർന്ന് യുവതി റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ കയറിയിരുന്നു. ഈ സമയത്ത് ടി ആണ് അവിടെ നിൽക്കാൻ കഴിയില്ല, ജനറൽ കമ്പാർട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് യുവതിയെ വീണ്ടും ജനറൽ കമ്പാർട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. ഇവിടെ നിന്നും ഈ പിറവൻ സ്റ്റേഷൻ പിന്നിട്ടപ്പോഴാണ് വലിയ രീതിയിലുള്ള ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടു. തുടർന്ന് ഛർദിയൊക്കെ അനുഭവപ്പെട്ടതിനെ തുടർന്ന് യുവതി കുഴഞ്ഞു വീഴുകയായിരുന്നു. യാത്രക്കാർ ഒരു വിധത്തിലാണ് യുവതിയെ വെള്ളമൊക്കെ കൊടുത്ത് അവിടെ ഇരിക്കാൻ ഒരു ഇരിപ്പിടവും കൊടുത്തു. പക്ഷെ എന്നാലും അതിയായ ശ്വാസം മുട്ടലുണ്ടായതിനെ തുടർന്ന് വീണ്ടും ഈ ജനലിന്റെ, അതായത് വാതിലിന്റെ ഭാഗത്തേക്ക് യുവതിയെ കൊണ്ടു നിർത്തി കുറച്ചുനേരം അവിടെ നിന്നതിന് ശേഷമാണ് യുവതിക്ക് ഇത്തരത്തിൽ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞത്. പിന്നീട് ഇതേ ട്രെയിനിൽ തന്നെ യാത്ര ചെയ്തു. അതായത് രണ്ടാമത്തെ തവണയാണ്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയും 2 യുവതികൾ ഇത്തരത്തിൽ വേണാട് എക്സ്പ്രസിൽ ദേഹാസ്വസ്ഥയെ തുടർന്ന് കുഴഞ്ഞു വീണിരുന്നു. ഇതിങ്ങനെ തുടർന്നു പോവുകയാണ്. യാത്രക്കാരെല്ലാം അതീവ ദുരിതത്തിലാണ് വേണാട് എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നത്. തുടരെ ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നുണ്ട്. യാത്രക്കാർ പ്രധാനമായും ഉന്നയിക്കുന്നത് കോട്ടയം വഴി എറണാകുളത്തേക്ക് ഒരു മെമു എക്സ്പ്രസ് ഉടനെ തന്നെ ഉണ്ടാവണമെന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ ഈ ദുരിതം അനുഭവിക്കുന്നത് കൊച്ചിയിലേക്ക് എത്തുന്ന യാത്രക്കാരാണ്. ഇവരുടെ ഈ യാത്രാ ദുരിതത്തിന് ഒരു പരിഹാരവും കാണാൻ റെയിൽവേക്ക് കഴിയുന്നില്ല. ഒരു മെമു സർവീസ് കൂടെ ഉണ്ടായാൽ ഇത്തരത്തിൽ തിരക്ക് ഒഴിവാകുമെന്ന് തന്നെയാണ് യാത്രക്കാർ നമ്മളോട് പറയുന്നത്. കൂടാതെ തിങ്കളാഴ്ചകളിലാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുന്നത്. തിങ്കളാഴ്ചകളിൽ കൊച്ചിയിലേക്ക് ഒരുപാട് യാത്രക്കാർ ഇത്തരത്തിൽ ഈ ശനി ഞായറിലെ സ്കൂൾ അവധിയും അല്ലെങ്കിൽ കോളേജ് അവധികളൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ചെത്തുന്നവർക്കൊക്കെ വലിയ രീതിയിലുള്ള ദുരിതമാണ് ഇവർ അനുഭവിക്കുന്നത്. കൂടാതെ പലരും ഇത്തരത്തിൽ കൊച്ചിയിൽ സ്ഥിരതാമസിക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. ഇവർക്ക് ഇത്തരത്തിൽ യാത്ര ചെയ്യാൻ രാവിലെ ഒന്നും എത്തിച്ചേരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതായത് ഒരു വലിയ തിരക്കാണ് ട്രെയിനിൽ ഉണ്ടാകുന്നത്. കൂടാതെ തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും യാത്രക്കാർ ദുരിതത്തിലായിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മെമു ആണ് നിരന്തരം യാത്രക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അഞ്ജലി ശ്രീജിത രാജാണ് വിവരങ്ങൾ നൽകിയത്.